ഇന്നലത്തെ എപ്പിസോഡില് രണ്ടുപേര് കാണിച്ച ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം ജാൻമുണിയെ കുറിച്ച് പറയാം. നാട്ടക് തീൻ തരഫ് കാ ഹോത്താ ഹൈ കേട്ടോ. നാട്ടക് തീൻ തരഫ് കാ ഹോത്താ ഹൈ. മൂന്ന് രീതിയിലുള്ള നാടകമുണ്ട്. ഫസ്റ്റ് ക്ലാസ് നാട്ടക്, സെക്കൻഡ് ക്ലാസ് നാട്ടക് ഓർ തേർഡ് ക്ലാസ് നാട്ടക്. ഇന്നലെ യമുന റാണി ഔട്ടായപ്പോ ജാൻമുണി കളിച്ച ആ ഒരു നാട്ടക് ഫസ്റ്റ് ക്ലാസ് നാട്ടക് തന്നെയായിരുന്നു എന്ന് ഞാൻ പറയും. കാരണം ഇന്നും ഇരുന്നും കിടന്നും ഒക്കെ അങ്ങ് കരഞ്ഞ് മെഴുകുവാണ് നമ്മുടെ ജാൻമണി. മരിച്ച വീട്ടിലൊക്കെ പോകുമ്പോൾ കാണാറുള്ള പോലെ ഒരു നിലവിട്ട കരച്ചില്. ഓരോരുത്തരും വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് വേറെ രീതിയിലാണ് എന്നൊരു പോയിന്റ് മാനിച്ചുകൊണ്ട് തന്നെ നമ്മൾ പറയുകയാണ്. ബിഗ് ബോസ് ഹൗസിൽ ഡ്രാമ കാണിക്കുന്നതിനെ കുറിച്ച് വാതോരാതെ പ്രസംഗിച്ച ജാൻമണി ഒരു എവിക്ഷന്റെ സമയത്ത് ഡ്രാമ കാണിക്കുമ്പോൾ അത് ഇരട്ടത്താപ്പ് തന്നെയാണ്. അല്ലെ പിന്നെ വാതോരാതെ പ്രസംഗിക്കാൻ നിൽക്കരുത്, മിണ്ടാതിരിക്കണം വാ പൂട്ടി. അത് ജാൻമണി ചെയ്തില്ല. നാട്ടക്കിനെ കുറിച്ച് വാതോരാതെ പ്രസംഗിക്കുകയും ചെയ്തു, ഇങ്ങനെ നാടകം കാണിക്കുകയും ചെയ്തു. വെറുതെ കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് എന്റെ പൊന്നോ എന്തൊരു വെറുപ്പിക്കലായിരുന്നു. അയ്യോ. എന്നിട്ട് ബിഗ് ബോസ് ജാൻമണീനെ മറ്റേ മെഡിക്കൽ റൂമിലോട്ടൊക്കെ വിളിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്തിനെന്നാണ് എന്റെ ചോദ്യം. കരച്ചിലിന് നമ്മൾ അറിയാത്ത എന്തെങ്കിലും മരുന്നുണ്ടോ? എനിക്കറിയത്തില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ പറഞ്ഞതാ താഴെ കമന്റ്സിൽ. ബിഗ് ബോസ് ഇനി ഒരു 10 ml വല്ലതും നമ്മുടെ ജാൻമണിക്ക് കൊടുത്തോ എന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ. ചിലപ്പോൾ കൊടുത്തു കാണും. എന്തായാലും ജാൻമണിയുടെ ഇന്നലത്തെ പെർഫോമൻസ് അതൊരു ഡബിൾ സ്റ്റാൻഡേർഡ്സ് ആയിട്ട് തന്നെ എനിക്ക് തോന്നി. ഇനി നമുക്ക് നോറയിലേക്ക് വരാം. നോറ 2 ദിവസം മുന്നേ കരഞ്ഞ് നിലവിളിച്ച് എനിക്ക് വീട്ടിൽ പോകണം ബിഗ് ബോസേ, ഞാൻ നെഗറ്റീവായേ, അയ്യോ എല്ലാരും കൂടെ എന്നെ കൊല്ലാൻ വരുന്നേ, എന്നെ തിന്നാൻ വരുന്നേ എന്ന് പറഞ്ഞ ആളാണ് നമ്മുടെ നോറ. പക്ഷെ ഇന്നലെ നോമിനേഷനിൽ നിന്ന് സേവ് ആയപ്പോ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് ഞാൻ നോറയിൽ കണ്ടത്. ഓടിച്ചാടി കളിച്ച് മറ്റേ കുക്കുരുക്കെന്നും പറഞ്ഞാണ് വാഷ്റൂമിലോട്ട് ഓടിയത്. എനിക്കെന്തോ വല്ലാത്തൊരു ഫീൽ അടിച്ചത് കണ്ടപ്പോ. ക്വിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞ ആളാണ്. ഇങ്ങനെയൊക്കെ ഒരാൾക്ക് മാറാൻ പറ്റുമോ? എനിക്കറിയത്തില്ല കേട്ടോ, സത്യമായിട്ട് അറിയത്തില്ല. ഫേക്ക്നെസ്സിന് ഇതേപോലെ കൈയും കാലും വെച്ച മറ്റൊരു കണ്ടസ്റ്റന്റിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അമ്മാതിരി ഫേക്കാണ് നോറ. ഡബിൾ സ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുണ്ടോ ഡബിൾ സ്റ്റാൻഡേർഡ്സ്? പിന്നെ നോറ തന്നെ പറഞ്ഞിരുന്നു ജിൻഡോനെയും ഗബ്രീനെയും പുറത്താക്കിയ ലാലേട്ട എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന്. അത് നോറ എന്ന് ചെറിയ രീതിയിൽ ഗെയിം കളിച്ചതാണ് കേട്ടോ. ശക്തന്മാരായ 2 കണ്ടസ്റ്റൻസിനെ പുറത്തേക്ക് വിടാൻ ഒരു അവസരം കിട്ടിയാൽ ഞാനാണേലും നിങ്ങളാണേലും ഇതേ ചെയ്യത്തുള്ളൂ. നോറ അതാണ് ചെയ്തത്. വലിയ ഗെയിം ആയിട്ടൊന്നും എനിക്ക് തോന്നിയൊന്നുമില്ല. നോറയുടെ ഒറ്റൊരാളുടെ വാക്കിന്റെ പുറത്ത് 2 പേരെയും പുറത്താക്കാത്തതിനാൽ ആ ഗെയിം പാളിപ്പോയതുപോലെയാണ് എനിക്ക് തോന്നിയത്. പക്ഷെ സാരമില്ല, വെൽ പ്ലേഡ് നോറ എന്നും നമുക്ക് പറയാം. കാരണം ആദ്യമായിട്ടാണ് നോറ കരച്ചിൽ നാടകം അല്ലാതെ ഒരു ഗെയിം കളിച്ചതായിട്ട് ഞാൻ കാണുന്നത്. അത് ഈ വെറുതെ ബഹളം വെക്കാതെയും കരച്ചിൽ നാടകം കാണിക്കാതെ ഒരു ഗെയിം കളിച്ചു നോറ ആദ്യമായിട്ട്. പാളിപ്പോയി എങ്കിലും ഇറ്റ് വാസ് എ ഗുഡ് വൺ. ഈ 2 കാര്യങ്ങളായിരുന്നു മെയിൻ ആയിട്ടും എനിക്ക് പറയാനുണ്ടായിരുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.